ഹലോ ഗായ്സ്, ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു 2-3 ദിവസമായി നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിചാരിക്കുന്നു. അതെന്താണെന്നല്ലേ, വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. ഇന്നല്ല, ഒരു 3 ദിവസം മുമ്പ് മോണിറ്റൈസേഷനായി. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റായി എൻ്റെ ചാനൽ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഹാഫ് മോണിറ്റൈസേഷൻ ആയിരുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ന്യൂ യൂട്യൂബർമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. എൻ്റെ ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു. ഞാൻ ഷോർട്സാണ് ഇട്ടുകൊണ്ടിരുന്നത്, കൂടുതലും ഷോർട്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഷോർട്സ് ചെയ്ത് നമുക്ക് വാച്ച് അവർ ആക്കാൻ ഭയങ്കര പാടുള്ളൊരു സംഗതിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ലൈവിലേക്കാണ് കടന്നത്. ലൈവ് ചെയ്താണ് ഞാൻ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയത്. ഞാൻ സ്ഥിരമായിട്ട് ഓരോ ലൈവ് ഇടുമായിരുന്നു. ലൈവിലൂടെ മാത്രമാണ് ഞാൻ വാച്ച് അവർ ആക്കിയത്. ഷോർട്സും അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുമായിരുന്നു. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ ഷോർട്സാണ് നല്ലത്. എന്നാലും വാച്ച് അവർ നമുക്കാകത്തില്ല. 4000 വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കായ ഒരു സെലിബ്രിറ്റി ഒന്നുമല്ല നമ്മൾ. അപ്പോൾ നമുക്ക് അത്രയും വാച്ച് അവർ ആക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ എനിക്കൊരു 2 മാസം എടുത്തുള്ളൂ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റായി. കാര്യം എൻ്റെ ചാനൽ, ഞാൻ നേരത്തെ എനിക്കൊരു ചാനലുണ്ടായിരുന്നു. അതെൻ്റെ മെയിൽ ഐ ഡിയിൽ ഒരു പ്രശ്നം വന്ന് അത് പോയായിരുന്നു. അതിനുശേഷം ഞാൻ രണ്ടാമത് തുടങ്ങിയ ചാനലാണിത്. ഇത് തുടങ്ങിയിട്ട് അധികം ആയില്ല. പക്ഷെ ഞാൻ ആക്റ്റീവായത് ഒരു 2 മാസമാണ് കറക്റ്റായിട്ട് ഞാനിതിൽ വർക്ക് ചെയ്തുള്ളൂ. ആ 2 മാസം കൊണ്ട് തന്നെ എനിക്ക് മോണിറ്റൈസേഷനായി. എല്ലാവരും വിചാരിക്കും ഞാൻ നുണ പറയണതാണ്, 2 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവോ എന്ന് പലരും ചിന്തിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതായി എന്നുള്ളതാണ്. കാരണം ഒരു കറക്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിരുന്നു. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് ആവണതിന് മുമ്പ് തന്നെ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിരുന്നു. കാരണം 3000 വാച്ച് അവറായി നമ്മൾ ഹാഫ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിരുന്നു. എന്നിട്ടാണ് ഞാൻ ഹാഫ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തത്. ആദ്യം അപ്ലൈ ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ കരുതിയിരുന്നതാണ്. ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ട് മതി എന്ന് ഓർത്തിരുന്നു. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും, മിക്ക യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, ഹാഫ് മോണിറ്റൈസേഷൻ സമയത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാലാണ് നമ്മുടെ ചാനലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റിജക്റ്റ് ആകുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ വീണ്ടും നമുക്കത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫുൾ മോണിറ്റൈസേഷൻ്റെ സമയത്ത് അപ്പം നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ എല്ലാവരും ഹാഫ് മോണിറ്റൈസേഷൻ്റെ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതായത് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവർ ആയപ്പോഴാണ് നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇച്ചിരി താമസം വന്നു. പക്ഷേ 4000 വാച്ച് അവർ എനിക്ക് ആ സമയത്തും കംപ്ലീറ്റ് ആയി. സബ്സ്ക്രൈബേഴ്സ് ആവാത്തത് കൊണ്ടാണ് ഇച്ചിരി താമസം വന്നത്. അപ്പം ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ അത് റിജക്റ്റായി. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത്, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ്റെ സമയത്ത് 500 വാച്ച് അവറും 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അത് റിജക്റ്റായി. റിജക്റ്റ് ആയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ റിപ്പീറ്റ് കണ്ടൻറ്റും വന്നു, റീയൂസ്ഡ് കണ്ടൻറ്റും വന്നു. രണ്ടും വന്നു കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ റിപ്പീറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് ഏതെങ്കിലും ഒന്നാണ് വരാറ്. പക്ഷേ എനിക്ക് രണ്ടും വന്നു. റിപ്പീറ്റ് കണ്ടൻറ്റും വന്നു, റീയൂസ്ഡ് കണ്ടൻറ്റും വന്നു. അങ്ങനെ എൻ്റെ ചാനലിന് പ്രശ്നം വന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ റീ അപ്ലൈ ചെയ്യാവുന്നുണ്ട്. അപ്പോൾ ചാനലിൽ ഒന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്ട് നമുക്ക് അപ്പീൽ കൊടുക്കാം.
അതായത് എൻ്റെ ചാനലിൽ വേഗം പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നോടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് റീഅപ്ലൈ കൊടുക്കാം. പക്ഷേ റീഅപ്പീൽ കൊടുക്കാം. പക്ഷേ റീഅപ്പീൽ കൊടുക്കാമെന്ന് കരുതി ഞാൻ എൻ്റെ ചാനൽ നോക്കിയപ്പോൾ ഞാൻ ഇട്ട വീഡിയോ തന്നെ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഷോർട്സൊക്കെ ചെയ്തത് തന്നെ ഞാനത് സേവ് ചെയ്തിട്ടത് തന്നെ വീണ്ടും ഇട്ടു. അങ്ങനെയാണ് എൻ്റെ റീയൂസ്ഡ് കണ്ടൻറ്റ് റിപ്പീറ്റ് കണ്ടൻറ്റും വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറേ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും റീഅപ്പീൽ കൊടുത്തില്ല. 3000 വാച്ച് അവറിൻ്റെ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ റീഅപ്പീൽ കൊടുത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം, ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു. വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും റിജക്റ്റായി. അതും എൻ്റെ റിജക്റ്റായി എന്ന് പറഞ്ഞാൽ റീയൂസ്ഡ് കണ്ടൻറ്റ് റിപ്പീറ്റ് കണ്ടൻറ്റും ആയിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും റിജക്റ്റ് ആയതിൽ റിപ്പീറ്റ് കണ്ടൻറ്റ് പോയി, റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന് വീണ്ടും റിജക്റ്റായി. അത് കഴിഞ്ഞ് വീണ്ടും ചാനൽ ഒന്നോടെ അരിച്ചു പറക്കി നോക്കിയപ്പോഴാണ് കണ്ടത് ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ച വീഡിയോ വീണ്ടും ഇട്ടത് കൊണ്ടാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അതിൽ കിടന്ന കംപ്ലീറ്റ് വീഡിയോസും ഡിലീറ്റ് ചെയ്ത് റീഅപ്പീൽ കൊടുത്തു. റീഅപ്പീൽ കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ എനിക്കത് സക്സസ്ഫുള്ളി ആയി. മോണിറ്റൈസേഷൻ ആയിരുന്നു, ഹാഫ് മോണിറ്റൈസേഷൻ ആയി. അങ്ങനെ എൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വാച്ച് അവർ അങ്ങനെ കംപ്ലീറ്റ് ആയി ഇരിക്കുമായിരുന്നു, 4000 വാച്ച് അവർ. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കുറവുണ്ടായിരുന്നത്. അന്നേരം എനിക്കൊരു 860 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഷോർട്സുകൾ ഇട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചു, പറയാതെ വയ്യ. അവരുടെ ഒത്തിരി ഹെൽപ്പുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. നിങ്ങളെൻ്റെ ചാനൽ കാണുകയും അതിന് സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്തതുകൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നന്ദി പറയാൻ കൂടിയും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മിക്ക ഫ്രണ്ട്സും എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. നീ അത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും കിട്ടില്ല, അതാവത്തില്ല. അങ്ങനെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാവത്തില്ല, അത് ഭയങ്കര പാടാണ്, 4000 വാച്ച് അവർ ആക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര പാടാണ്, നിനക്കതൊന്നും ആവത്തില്ല, നീ ചുമ്മാ ചെയ്യേണ്ടെന്ന് എന്നെ ഒത്തിരി പേര് അങ്ങനെ കളിയാക്കിയവരുണ്ട്. പക്ഷേ ഞാൻ അതിലൊന്നും തളർന്നില്ല. എനിക്ക് ഈ ഫീൽഡ് ഇഷ്ടമായിരുന്നു. ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ആക്ടിങ് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ ചെയ്തത്. അങ്ങനെ അത് സക്സസ്ഫുള്ളി ആയി. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് 4000 വാച്ച് അവർ നമുക്ക് പ്രയാസമാണെന്ന്, നമ്മളൊരു സെലിബ്രിറ്റി അല്ല, എന്നാലും നമുക്കത് ആക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ആക്കാം നമുക്ക്. ഇപ്പം നല്ലൊരു വീഡിയോ, ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ അത് ആളുകൾ ശരിക്കും ഒത്തിരി വ്യൂവേഴ്സൊക്കെ കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഷോർട്സിലൂടെ ഇപ്പം നമ്മൾ വലിയ സെലിബ്രിറ്റികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ ഷോർട്സിൽ ഒത്തിരി വ്യൂവേഴ്സൊക്കെ കയറും. പക്ഷെ നമ്മൾ പിന്നെ വലിയ ആക്ടറൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് അധികം നോക്കാണ്ടിരുന്ന് ലൈവിലേക്ക് പിടിച്ചത്. ലൈവിൽ ഞാൻ ചെയ്തത് കുറച്ച് സ്ക്രീൻ കാസ്റ്റ് ചെയ്തു. പിന്നെ സാധാ ലൈവ്, ഫേസ് കാട്ടിയുള്ള ലൈവാണ് കൂടുതലും ചെയ്തത്. സ്ക്രീൻ കാസ്റ്റ് ഇട്ടു ഞാൻ അതിൻ്റെ കൂടെ തന്നെ വാച്ച് അവർ ആക്കാൻ വേണ്ടി. അങ്ങനെയാണ് എനിക്ക് വാച്ച് അവർ ആയത്. എനിക്ക് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി എനിക്ക് കുറച്ച് ഇതും കൂടി ക്രൈറ്റീരിയയും കൂടി ഉണ്ട്. ഇനി ID വെരിഫിക്കേഷൻ ഉണ്ട്, ടാക്സ് വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം, കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണം. അതിൻ്റെ സമയം ആവണമെങ്കിൽ പിന്നെ എൻ്റെ ചാനലിൽ പൈസ അക്കൗണ്ടിൽ നമ്മുടെ റവന്യൂ കാട്ടണം. അത് ഒരു റവന്യൂ ഒരു 10 നമ്മുടെ ഇതിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ID വെരിഫിക്കേഷൻ ഉണ്ട്. ID വെരിഫിക്കേഷനിൽ നമ്മൾ ഒരു $10 നമ്മുടെ ചാനലിൽ വന്നാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം ഞാൻ അതിൻ്റെ ശ്രമത്തിലാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.